ഹായ്, നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇത് സാധാരണയിൽ ഞാൻ തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിപ്പിച്ച് സാധാരണത്തിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ആൻസർ കിട്ടുമെന്ന് നോക്കാം. A shopkeeper sold 40 kilogram of goods, partly at 7% profit and the rest at 5% loss, suffering 2% loss on whole. What is the quantity sold at profit? പക്ഷെ നമ്മൾ സാധാരണ ഇത് ചോദിക്കുമ്പോൾ ഇങ്ങനെയല്ല. പ്രോഫിറ്റ് ആൻഡ് ലോസ് ചോദിച്ചപ്പോൾ എന്തായിരുന്നു, ഒരാളുടെ 40 കിലോ ഉണ്ടായിരുന്നു, അതിൽ കുറച്ച് 7% വിറ്റു, ബാക്കി അയാൾ 5% ലോസിൽ വിറ്റു. അങ്ങനെ മൊത്തം നോക്കിയപ്പോൾ ഓവറോൾ അയാൾക്കുള്ള നോക്കിയപ്പോൾ എത്ര കിട്ടി? ഒരു 2% ലോസ് കിട്ടിയെങ്കിൽ ഇൻഡിവിജ്വൽ എത്ര? നമ്മളിങ്ങനെ ഇൻഡിവിജ്വൽ ഫ്രാക്ഷൻ ഒക്കെ ആക്കിയിട്ട് ചെയ്യാറുണ്ടായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസിൽ. ഓർമ്മയുണ്ടോ? ഇൻഡിവിജ്വൽ പ്രോഫിറ്റ് ഇൻഡിവിജ്വൽ ലോസ് ഇസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ലോസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ വെച്ച് കണ്ടുപിടിക്കാമായിരുന്നു. ഇവിടെ വേണ്ടത് വാട്ട് ഈസ് എ ക്വാണ്ടിറ്റി സോൾഡ് അറ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ വിറ്റ ക്വാണ്ടിറ്റിയാണ് വേണ്ടത്. എങ്കിൽ ഇങ്ങനെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമുക്കങ്ങനെ വേഗത്തിൽ അലിഗേഷൻ മെത്തഡിൽ വിത്തിൻ സെക്കൻഡ്, ഒരു 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കിട്ടും. നോക്കാം 10 സെക്കൻഡിനുള്ളിൽ കിട്ടുമോ എന്നുള്ള കാര്യം. ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് പ്രോഫിറ്റ് ലോസ് എത്ര രീതിയിൽ, എന്നുവെച്ചാൽ പ്രോഫിറ്റിൽ വിറ്റ ക്വാണ്ടിറ്റി അല്ലേ വേണ്ടത്. അപ്പൊ നമുക്ക് റേഷ്യോ എടുക്കേണ്ടത് എന്താ? പ്രോഫിറ്റ് ഉള്ള ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ഈസ് ടു എന്താണ്, ലോസ് ഉള്ള ക്വാണ്ടിറ്റിയുടെ റേഷ്യോ ആണ് വേണ്ടത്. എങ്കിലല്ലേ നമുക്ക് ടോട്ടൽ 40 നമുക്ക് റേഷ്യോ ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നോക്കുന്നു, ഒരു സൈഡിൽ പ്രോഫിറ്റ് ഉള്ളതിന്റെ വാല്യൂ എടുക്കുന്നു, റൈറ്റ് സൈഡിൽ എന്ത് എടുക്കുന്നു? ലോസ് ഉള്ളതിന്റെ വാല്യൂ എടുക്കുന്നു. അപ്പൊ നോക്കാം നമുക്ക് എന്ത് കിട്ടും നോക്കാം. പ്രോഫിറ്റ് ആണെങ്കിൽ അത് എത്രയായിരുന്നു? ഒരു 7% പ്രോഫിറ്റ് ആയിരുന്നു. ലോസ് ആണെങ്കിലോ അതൊരു 5% ലോസ് ആയിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ലോസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ 5നെ -5 എന്ന് തന്നെ എഴുതണം. ഈ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. പ്രോഫിറ്റ് ആണെങ്കിൽ അത് പോസിറ്റീവായിട്ടും എഴുതിയാൽ മതി. പക്ഷെ എവിടെയെങ്കിലും ലോസ് പറയുന്നുണ്ടെങ്കിൽ ആ ലോസ് എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. ഇനി പറയുന്നു ഓവറാൾ, ഇത് രണ്ടും കൂടി ചേർന്ന് അയാൾക്ക് ഒരു ലോസ് സംഭവിച്ചു. എത്രയായിരുന്നു? 2% ലോസ്. ഓവറാൾ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതല്ലേ. അപ്പൊ ഉറപ്പായിട്ടും ലോസ് എത്രയായിരിക്കും? ഒരു -2 ആയിരിക്കും. അതായിരിക്കും നമ്മുടെ എന്ത്? മീൻ വാല്യൂ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ മീൻ വാല്യൂ ഈ രണ്ട് വാല്യൂവിന് ഇടയിൽ കിടക്കുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം എപ്പോഴും. അപ്പം ഒരു +7ന്റെയും -5ന്റെയും ഇടയിലാണോ -2 കിടക്കുന്നത്? ഉറപ്പായിട്ടും അത് രണ്ടിന്റെ ഇടയിലല്ലേ -2 കിടക്കുന്നത്. എങ്കിൽ നമ്മൾ നോക്കുന്നു +2 -2. ഇവിടെയൊക്കെ നമുക്ക് തെറ്റിപ്പോ സാധ്യത. അതുകൊണ്ടാണ് ഞാൻ വേഗം വേഗം പറയുന്നത്. കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇത് 7 -2 അല്ല എടുക്കേണ്ട, 7 -2. ആൻസർ എത്ര കിട്ടും? 9 കിട്ടും. കാരണം എന്താ? 7ൽ നിന്നും ഒരു -2 വീണ്ടും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 7 -2 ഒരു പോസിറ്റീവ് 9 കിട്ടും. ഇനി നമുക്ക് ചെയ്യേണ്ടത് -2 -5. കാരണം മീൻ വാല്യൂയിൽ നിന്നാണ് ചെറിയ ക്വാണ്ടിറ്റി കുറയ്ക്കേണ്ടത്. ഇവിടെ വലുതാരാ? ഈ രണ്ട് കൂട്ടത്തിൽ വലുതാരാ? -2 ആണ് വലുത്. തെറ്റിപ്പോരുത്. -2 -5, അതായത് -2 + 5 എന്ന് വെച്ചാൽ 5 - 2 എത്ര കിട്ടും? 3 കിട്ടും. ഇതിന്റെ റേഷ്യോ എത്ര കിട്ടും? 1:3 എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. അയാൾ പ്രോഫിറ്റിന് വിറ്റ ക്വാണ്ടിറ്റി 1 റേഷ്യോ ആണെങ്കിൽ ലോസിന് വിറ്റ ക്വാണ്ടിറ്റി എത്രയും 3 റേഷ്യോ ആയിരിക്കും. എന്ന് വെച്ചാൽ ടോട്ടൽ 40 കിലോഗ്രാമിനെ മൊത്തം 4ആയിട്ട് ഭാഗിച്ചാൽ പ്രോഫിറ്റിൽ വിറ്റ് ജസ്റ്റ് എത്രയേ ഉണ്ടാവുള്ളൂ? 1 റേഷ്യോ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ആൻസർ എത്ര കിട്ടും? അയാൾ 10 കിലോഗ്രാം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോഫിറ്റിൽ വിറ്റിട്ടുണ്ട്. ബാക്കിയുള്ള 30 കിലോഗ്രാം അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ലോസിലാണ് വിറ്റത്. അതുകൊണ്ടാണ് അയാൾക്ക് ഓവറാൾ ഒരു 2% ലോസ് വന്നത്. ഈ ഒരു ക്വസ്റ്റ്യന്റെ എളുപ്പം നിങ്ങൾ മനസ്സിലാക്കിയോ? നമുക്കിത് പ്രോഫിറ്റ് ആൻഡ് ലോസ് രീതിയിൽ ചിന്തിച്ചാൽ ഒരുപാട് ഫ്രാക്ഷനും കാര്യങ്ങളും അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യണം. ഇവിടെ നമ്മൾ ജസ്റ്റ് 2 അഡീഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, ആൻസറായി. അപ്പൊ അതാണ് ഈ അലിഗേഷൻ മിക്സ്ചറിന്റെ ഒരു മെത്തേഡിന്റെ പ്രത്യേകത. അപ്പൊ ഇതും കൂടി ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതേപോലെ തന്നു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റിനും ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം എന്താണെന്ന്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഗോൾഡ് ഈസ് 19 ടൈംസ് ഹെവി ആസ് വാട്ടർ ആൻഡ് കോപ്പർ ഈസ് 9 ടൈംസ് ഹെവി ആസ് വാട്ടർ. ഇൻ വാട്ട് റേഷ്യോ? ഒന്നേ ഉള്ളൂ കേട്ടോ. ഇൻ വാട്ട് റേഷ്യോ the two metals should be mixed so that the mixture is 15 times heavy as water. അപ്പൊ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എന്താ ഈ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് തോന്നുന്നു. കാരണം ഗോൾഡ് ഈസ് 19 ടൈംസ് ഹെവി ആസ് വാട്ടർ. വാട്ടറിനേക്കാൾ 19 ടൈംസ് ഹെവി ആണ് ആര്? ഗോൾഡ്. ഇനി വീണ്ടും പറയുന്നു കോപ്പർ ഈസ് 9 ടൈംസ് ഹെവി ആസ് വാട്ടർ. വീണ്ടും വാട്ടറിനേക്കാൾ 9 ടൈംസ് ഹെവി ആണ്. ഇൻ വാട്ട് റേഷ്യോ ദ മെറ്റൽ ഷുഡ് ബി മിക്സ്ഡ്. ഏത്? ഈ പറയുന്ന ഗോൾഡും ഈ പറയുന്ന കോപ്പറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ മിക്സ്ചർ അത് വാട്ടറിനേക്കാൾ എത്ര ടൈം? ദാറ്റ് മിക്സ്ചർ ഈസ് 15 ടൈംസ് ഹെവി ആസ് വാട്ടർ. ആ മിക്സ്ചർ വാട്ടറിനേക്കാൾ എത്ര ടൈംസ് ഹെവി ആയിരിക്കും? ഒരു 15 ടൈംസ് ഹെവി ആസ് വാട്ടർ ആയിരിക്കും. അപ്പൊ എന്തായിരുന്നു? ഗോൾഡ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഗോൾഡ് ആണെങ്കിൽ അത് എത്രയായിരിക്കും?
ഒരു 19 ടൈംസ് ഹെവി ആസ് വാട്ടർ ആയിരിക്കും. വാട്ടറിനേക്കാൾ 19 ടൈംസ് ആയിരിക്കും. ഇനി കോപ്പർ ആണെങ്കിലോ അതൊരു 9 ടൈംസ് ആയിരിക്കും. ഇനി അതിന്റെ മിക്സ്ചർ എടുത്താലോ, ആ കോപ്പറും ഈ ഗോൾഡും കൂടെ ഉള്ള മിക്സ്ചർ എടുത്താൽ ആ മിക്സ്ചർ എത്രയായിരിക്കും? സെയിം വാട്ടറിനേക്കാൾ ഒരു 15 ടൈംസ് ഹെവി ആയിരിക്കും. അപ്പൊ നിങ്ങൾ വേറെ വലുതായിട്ട് ബേജറായി ചിന്തിച്ച് കൂട്ടിയൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ എഴുതി അലിഗേഷൻ ചെയ്താൽ മതി. എല്ലാം ഒരേ ക്വാണ്ടിറ്റിയിലാണ് പറയുന്നത്. വാട്ടറിനേക്കാൾ എത്ര അധികം എന്നല്ലേ പറയുന്നത്. അപ്പം ഗോൾഡിന്റെ പറയുന്നുണ്ട്, കോപ്പറിന്റെ പറയുന്നുണ്ട്, ഗോൾഡും കോപ്പറും ചേർന്നിട്ടുള്ള മിക്സ്ചറും പറയുന്നുണ്ട്. ഈ വാല്യൂ രണ്ട് വാല്യൂനുകളുടെ ഇടയിലുള്ളതാണ്. എങ്കിൽ നമുക്ക് നോക്കാം ആൻസർ എത്ര കിട്ടുന്നു. റേഷ്യോ എത്ര കിട്ടും? 19 - 15 എത്ര കിട്ടി? 4 കിട്ടി. ഇനി 15 - 9 എത്ര കിട്ടി? 6 കിട്ടി. 6:4 എന്ന് വെച്ചാൽ എത്രയാ? 3:2. ആൻസർ ആയി. ഏത് റേഷ്യോയിൽ മിക്സ് ചെയ്യണം? ദ റേഷ്യോ മിക്സ്ചർ, അതായത് ഈ ഗോൾഡും ഈ കോപ്പറും തമ്മിലുള്ള റേഷ്യോ എത്രയായിരിക്കും? ഒരു 3:2 റേഷ്യോയിൽ മിക്സ് ചെയ്താൽ ഉറപ്പായിട്ടും ആ മിക്സ്ചറിന്റെ റേഷ്യോ എന്ന് പറയുന്നത് വാട്ടറിനേക്കാൾ 15 ടൈംസ് ഹെവി ആയിരിക്കും. വളരെ സിമ്പിൾ. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് പല രീതിയിൽ ചോദിക്കാം. ഈ കെറോസിൻ വാട്ടർ എന്ന് പറഞ്ഞ് ചോദിക്കും. അങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. ഈ സെയിം കാര്യം തന്നെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കും. പക്ഷേ ഈ ഒരു ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ ഈ ഹെവിയാസ് വാട്ടർ അല്ലെങ്കിൽ ഹെവിയാസ് സെക്കൻഡ് ക്വാണ്ടിറ്റി, ഹെവിയാസ് തേർഡ് ക്വാണ്ടിറ്റി എന്നൊക്കെ പറയുമ്പോൾ അത് ഈ ഒരു രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്ന്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: The average mark obtained by 120 candidate was 35. If the average of passed candidate was 39 and that of failed candidates was 15, then the number of those candidates who passed in the examination was. Okay. ഇത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ റേഷ്യോ ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആവറേജ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒക്കെ ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അന്ന് നമുക്ക് ചെയ്യാൻ അറിയാം, ഇപ്പോഴും നമുക്ക് ഇതൊക്കെ ചെയ്യാൻ അറിയാം, നമ്മൾ കണ്ട് പരിചയമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് എത്രയും എളുപ്പത്തിൽ ചെയ്യാവുന്ന മെത്തേഡ്, അലിഗേഷൻ വെച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാം. സാധാ മെത്തേഡിലേക്ക് നിങ്ങൾ ഒരുപാട് തവണ ക്ലാസ് ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിൽ ഇത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം? ദി ആവറേജ് മാർക്ക് ഒബ്റ്റെയിൻഡ് ഇൻ 120 കാൻഡിഡേറ്റ് വാസ് 35. ടോട്ടൽ എത്ര പേരുണ്ടായിരുന്നു? 120 ഉണ്ടായിരുന്നു. അവരുടെ ആവറേജ്, ടോട്ടൽ ആവറേജ് ആണ് എത്ര? 35. അതായത് ഒരു 120 കാൻഡിഡേറ്റിന്റെ ടോട്ടൽ ആവറേജ് എടുത്താൽ 35 ആയിരുന്നു. ഇനി അതിനകത്ത് പാസ്സായവരെ എടുത്താൽ ഇഫ് ദി ആവറേജ് ഓഫ് പാസ്ഡ് കാൻഡിഡേറ്റ്, അവരുടെ പാസ്ഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ അത് എത്രയായിരുന്നു? 39. ഇനി ഫെയിൽഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ എത്രയായിരുന്നു? അതൊരു 15 ആണ്. ഫെയിൽ ആയവരുടെ ആവറേജ് എടുത്താൽ എത്രയായിരുന്നു? 15 ആയിരുന്നു. എങ്കിൽ നമ്പർ ഓഫ് പാസ്ഡ് കാൻഡിഡേറ്റ് കണ്ടുപിടിക്കാം. നോക്കിയേ, നമുക്ക് പാസ്ഡ് വേഴ്സസ് ഫെയിൽഡ് അല്ലേ വേണ്ടത്. എങ്കിൽ നമ്മൾ നോക്കുന്നു പാസ്ഡ് കാൻഡിഡേറ്റിന്റെ ആവറേജ് എത്രയായിരുന്നു? 39 ആയിരുന്നു. ഫെയിൽഡ് കാൻഡിഡേറ്റിന്റെ ആവറേജ് നോക്കുന്നു, അത് എത്രയായിരുന്നു? 15 ആയിരുന്നു. ഇനി ഓവറോൾ ആവറേജ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ടോട്ടൽ ആവറേജ് എത്രയായിരുന്നു? 35. ഇത് രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന വാല്യൂ ആണ് 35. ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അലിഗേഷൻ ചെയ്യാം. ഇങ്ങനെ അലിഗേഷൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയാൽ പോലും ഈ ക്വസ്റ്റ്യൻ അത്ര എളുപ്പത്തിൽ ചെയ്യാം. പക്ഷെ നമുക്കത് അറിയാതിരുന്നാണ് നമ്മൾ വേറെ പല മെത്തേഡ് എക്സ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ ഇത് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ പാസ്ഡ് കാൻഡിഡേറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ, ഫെയിൽഡ് കാൻഡിഡേറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കൽ ഇക്വേഷനെ കാണാൻ പഠിച്ചാൽ അത് ഇങ്ങനെ ചെയ്യാം. പക്ഷെ ആ ഇക്വേഷൻ ചെയ്യുന്ന അത്ര സമയം പോലും വേണ്ട നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ചറപറന്ന് എഴുതി ചെയ്യാം. കാരണം ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട് 35 ആണ് ആവറേജ്, പാസ്ഡ് എത്രയാണ്? 39, ഫെയിൽഡ് എത്രയാണ്? 15. ജസ്റ്റ് ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് ആൻസർ ആയി. നോക്കാം. 39 - 35 എത്ര കിട്ടി? 4 കിട്ടി. 15 35 എത്ര കിട്ടി? 20 കിട്ടി. 20:4 എത്ര കിട്ടും? 5:1. അപ്പൊ 5:1 ആണ് പാസ്ഡ് ഈസ്റ്റ് ഫെയിൽഡിന്റെ റേഷ്യോ. അപ്പൊ പാസ്ഡ് ഈസ്റ്റ് ഫെയിലിന്റെ റേഷ്യോ 5:1. ടോട്ടൽ എത്ര കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു? 120. 120നെ മൊത്തം 6 ഭാഗിച്ചാൽ പാസ്ഡ് കാൻഡിഡേറ്റ് എത്രയായിരിക്കും? 5 റേഷ്യോ ആയിരിക്കും. ടോട്ടൽ വാല്യൂ ഡിവൈഡ് ബൈ ടോട്ടൽ റേഷ്യോ ഇൻറ്റു ഇൻഡിവിജ്വൽ റേഷ്യോ. പാസ്ഡിന്റെ ആണ് വേണ്ടത്, പാസ്ഡിന്റെ വാല്യൂ. 120/6 എത്ര കിട്ടും? 20. 20 × 5 എത്ര കിട്ടും? 100. പാസ്ഡ് കാൻഡിഡേറ്റ് എത്ര പേരുണ്ട്? 100. ആ 100 പേരിൽ 100 പേര് എന്ത് ചെയ്തു? പാസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 20 പേര് എന്തായിട്ടുണ്ട്? ഫെയിൽ ആയി പോയിട്ടുണ്ട്. അപ്പൊ പാസ്ഡ് കാൻഡിഡേറ്റ് 100ഉം ഫെയിൽഡ് കാൻഡിഡേറ്റ് 20. നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട, വേറെ ഒന്നും ആലോചിക്കേണ്ട. ജസ്റ്റ് ഈ അലിഗേഷൻ ഒന്ന് മാത്രം ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ, നമ്മൾ വിചാരിക്കാത്ത പല ക്വസ്റ്റ്യനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അലിഗേഷൻ വെച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു 1-2 കാര്യങ്ങൾ ഞാൻ പറയും. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ ഓർക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അതൊക്കെ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതെല്ലാം ഞങ്ങൾ എന്ത് ചെയ്ത് തരാം? ഇത് കണക്ക് ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഓക്കെ, നമ്മൾ ഈ പറയുന്ന പാസ്ഡ് ഫെയിൽഡ് കാൻഡിഡേറ്റ് പോലെ തന്നെ എക്സാമിനൊക്കെ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്തായിരുന്നു? ദി ആവറേജ് മന്ത്ലി സാലറി. ആവറേജ് ക്വസ്റ്റിനകത്ത് ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. ആവറേജ് മന്ത്ലി സാലറി ഓഫ് എ വർക്കേഴ്സ് ഇൻ എ വർക്ക്ഷോപ്പ് ഈസ് ₹8,500.
if the average monthly salary of 7 technician is 10,000 and the average monthly salary of rest is 7,800, then total number of workers in the workshop is. അങ്ങനെയാണെങ്കിൽ ആ വർക്ക്ഷോപ്പിൽ എത്ര പേരുണ്ടെന്ന് അറിയാം. നമുക്ക് ടെക്നീഷ്യൻ എത്ര പേരുണ്ടെന്ന് അറിയാം, 7 പേരുണ്ടെന്ന് അറിയാം. പക്ഷെ ബാക്കിയുള്ളവർ എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല. എങ്കിൽ ടോട്ടൽ ഈ ഒരു മൊത്തം ഈ ഒരു സ്ഥാപനത്തിൽ എത്ര പേരുണ്ടായിരുന്നു വർക്കറായിട്ട് എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരാം. നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കും. അലിഗേഷൻ വെച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. എന്നിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഉറപ്പായിട്ടും തുടക്കം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് നോക്കുക. അതിനു മുമ്പ് നിങ്ങൾക്ക് സാധാ മെത്തേഡിലാണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എക്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ സാധാ മെത്തേഡ് ചെയ്യും. ആ മെത്തേഡിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഓർമ്മ വരുന്നെങ്കിൽ ആ മെത്തേഡ് ചെയ്ത് നോക്കുക. ആ മെത്തേഡ് ചെയ്യുന്നതും അലിഗേഷൻ ചെയ്യുന്നതുമുള്ള വ്യത്യാസം സമയത്തിലായാലും എഫോർട്ടിലായാലും എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇതിന്റെ ആൻസർ, അതിന്റെ എക്സ്പ്ലനേഷൻ, എളുപ്പവഴി, ട്രിക്കുകളെല്ലാം ഞാൻ അടുത്ത ക്ലാസ്സിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. നമുക്ക് എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ മിക്സ്ചർ ഓഫ് 70 liters of alcohol and water contain 10% of water. How much water must be added to the above mixture to make water 37% of resulting mixture? അപ്പം ഇത് നമ്മൾ ചെയ്തിട്ടുള്ള പോലത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ പെർസെൻറ്റേജ് ഒക്കെ വരുമ്പോൾ എന്താണ് ചേഞ്ച് വരുന്നത്, എന്തൊക്കെ വ്യത്യാസം വരും നോക്കാം. ഇത് രണ്ട് മെത്തേഡ് ചെയ്യാം. ഒരു എളുപ്പവഴിയുണ്ട്, പക്ഷെ അതിനേക്കാൾ നമ്മളിപ്പോൾ അലിഗേഷൻ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അലിഗേഷനിൽ ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. അലിഗേഷനിൽ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിലെ ഇനിഷ്യൽ ക്വാണ്ടിറ്റി, പിന്നെ ആഡഡ് ക്വാണ്ടിറ്റി, ഇതുപോലെ ഞാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു, ആഡ് ചെയ്ത് എത്ര ഉണ്ടായിരുന്നു, ആ രീതി ചെയ്യാം. നമ്മൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി മാത്രം എടുത്താൽ മതി. ഇതിനകത്ത് വാട്ടറാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നോക്കാം, ഇതിനകത്ത് വാട്ടറിന്റെ പെർസെൻറ്റേജ് എടുത്താൽ മതി. അപ്പൊ എല്ലാം ശ്രദ്ധിക്കുക, ഇതിനകത്ത് പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവണം. അപ്പൊ ഇനിഷ്യലി ഇവിടെ എത്ര വാട്ടർ ഉണ്ടായിരുന്നു? ഒരു 10% വാട്ടർ ഉണ്ടായിരുന്നു. നമ്മൾ വാട്ടറാണ് എടുക്കുന്നതെങ്കിൽ 10% എടുക്കുക. ഇനിയിപ്പം എത്ര ആൽക്കഹോളാണ് എടുക്കുന്നതെങ്കിൽ എത്രയാണ്? 90% എടുക്കുക. ആഡ് ചെയ്യുമ്പോഴോ ആൽക്കഹോൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല, അപ്പൊ എത്രയായിരിക്കും? 0%. നമുക്ക് ഞാൻ പറഞ്ഞു തരാം വേണമെങ്കിൽ. അപ്പം ആഡ് ചെയ്യുന്നത് വാട്ടറല്ലേ ആഡ് ചെയ്യുന്നത്, ഉറപ്പായിട്ട് പെർസെൻറ്റേജ് എത്രയായിരിക്കും? 100% ആയിരിക്കും. എന്തുകൊണ്ടാണ് പെർസെൻറ്റേജ് എടുക്കാൻ കാര്യം? ഇനിഷ്യലി ഉള്ളതും പെർസെൻറ്റേജിലാണ്, ഫൈനലിൽ വരുന്നതും പെർസെൻറ്റേജ്. മറ്റേ ഈ കാര്യം പെർസെൻറ്റേജ് തന്നുകൊണ്ടാണ് ഞാൻ പെർസെൻറ്റേജിലും എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ മിക്സ് ചെയ്തപ്പോൾ ഇനിഷ്യലി ഉണ്ടായിരുന്ന 10% വാട്ടറിന്റെ കൂടെ ആഡ് ചെയ്ത് 100% കൂടി വാട്ടറും കൂടി ആഡ് ചെയ്തപ്പോൾ റിക്വയർഡ് പെർസെൻറ്റേജ് ഫൈനൽ മിക്സ്ചറിനകത്ത് വാട്ടറിന്റെ പെർസെൻറ്റേജ് എത്ര കിട്ടി? 37 കിട്ടി. എങ്കിൽ അലിഗേഷൻ ചെയ്യാം. എത്ര കിട്ടും നോക്കാം. എത്ര കിട്ടും? 100 - 37 63%. 37 - 27. അപ്പൊ നോക്കിയേ, 9 മൾട്ടിപ്പിൾ അല്ലേ? 9 3s are 9 7s are 7:3. അതായത് ഇങ്ങനെ റേഷ്യോ കിട്ടിയാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതിന്റെ ഇനിഷ്യൽ ക്വാണ്ടിറ്റി ഒരു 7 റേഷ്യോ ആണെങ്കിൽ ആഡഡ് ക്വാണ്ടിറ്റി എത്രയായിരിക്കും? ഒരു 3 റേഷ്യോ ആയിരിക്കും. നമുക്ക് ആഡ് ചെയ്ത് എത്രയാണെന്ന് അറിയില്ല. ഹൗ മച്ച് വാട്ടർ മസ്റ്റ് ബി ആഡഡ്, എത്ര വാട്ടറാണ് ആഡ് ചെയ്തെന്ന് കണ്ടുപിടിക്കണം. പക്ഷേ അതിന് ഇനിഷ്യലി എത്ര ഉണ്ടെന്ന് നോക്കുക. ഈ ഇനിഷ്യൽ നോക്കുമ്പോൾ നമ്മൾ വാട്ടറിന്റെ ഇനിഷ്യൽ ക്വാണ്ടിറ്റി അല്ല നോക്കേണ്ടത്, ടോട്ടൽ ഇനിഷ്യൽ എത്ര ഉണ്ട് അതാണ്. എന്ന് വെച്ചാൽ മൊത്തമുള്ളതിന്റെ 10% വാട്ടർ. അപ്പൊ ഇനിഷ്യലി 100% ഇവിടെ ഉള്ളത്. അപ്പൊ ഇനിഷ്യലി എത്ര ഉണ്ടായിരുന്നു? ഒരു 70 ലിറ്റർ ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, ഇനിഷ്യൽ ക്വാണ്ടിറ്റി വെച്ചാൽ ടോട്ടൽ ഇനിഷ്യൽ ആണ് എടുക്കേണ്ടത്, അല്ല ഇൻഡിവിജ്വൽ വാല്യൂ അല്ല, ടോട്ടൽ ഇനിഷ്യൽ ആണ് എടുക്കേണ്ടത്. അപ്പൊ 70 ലിറ്റർ ഉണ്ടായിരുന്നതിന്റെ കറസ്പോണ്ടിങ് റേഷ്യോ ആണ് 7 വന്നത്. അപ്പൊ എത്രയാണോ റേഷ്യോ അതിനെ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എളുപ്പവഴി പറയാണ്. ഈ റേഷ്യോനെ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഇനിഷ്യൽ വാല്യൂ കിട്ടും, അതല്ലേ ഈ 70. എങ്കിൽ ഈ റേഷ്യോനെ ഒരു 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആഡഡ് ക്വാണ്ടിറ്റി കിട്ടും. അപ്പൊ 3നെ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് എത്ര കിട്ടും? 30 ലിറ്റർ എന്ന് കിട്ടും. അതായത് എത്ര ലിറ്റർ വാട്ടർ ആഡ് ചെയ്യണം? ഒരു 30 ലിറ്റർ വാട്ടർ ആഡ് ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഫൈനൽ റേഷ്യോ 7:3 കിട്ടും. വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇനി ഇതേ കാര്യം തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന ആൽക്കഹോളിന്റെ ക്വാണ്ടിറ്റിയിൽ എഴുതാം. അതായത് 90%, 0%, ബാക്കി ഇതിനകത്ത് 37% വാട്ടർ ആണെങ്കിൽ ബാക്കി എത്ര ആയിരിക്കും? 63% ആൽക്കഹോൾ ആയിരിക്കും. സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ തന്നെ കിട്ടും. അതായത് എത്ര കിട്ടും? ഇവിടെ 63 കിട്ടും. ഇവിടെ 90 - 63 എത്ര കിട്ടും? 63 + 7 70 + 20 27 കിട്ടും. 63:27 എത്ര കിട്ടും? 7:3. ഈ സെയിം വാല്യൂ തന്നെ കിട്ടും. അതായത് ഇനിഷ്യൽ ക്വാണ്ടിറ്റി, ആഡഡ് ക്വാണ്ടിറ്റി. ഇനിഷ്യൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ടോട്ടൽ ഇനിഷ്യൽ 70 എന്ന് പറഞ്ഞ ഇനിഷ്യലാണ് 7 റേഷ്യോ, ആഡഡ് 3 റേഷ്യോ. ആഡഡ് 3 റേഷ്യോ എത്ര കിട്ടും? 30 ലിറ്റർ തന്നെ കിട്ടും. അപ്പൊ ഈ രണ്ട് രീതി ചെയ്താൽ നമുക്ക് ആൻസർ തന്നെ കിട്ടും. ഇനി ഇങ്ങനെയല്ല, ഈ അലിഗേഷനിലല്ലാതെ
വേഗം നമുക്ക് സാധാ റേഷ്യോ മെത്തേഡിലും കണ്ടുപിടിക്കാൻ പറ്റും. അത് ഇതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം എന്താ, നമ്മൾ ചെയ്ത് പരിചയമുണ്ട്. കാരണം ഈ 70 ലിറ്റർ മിക്സറിനകത്ത് 10% ആണ് വാട്ടർ. അതായത് അതിന്റെ 10% എത്രയാ, 7 ലിറ്റർ വാട്ടറും ബാക്കി 63 ലിറ്റർ ആരാണ്, ആൽക്കഹോളാണ്. ഇത് ആൽക്കഹോൾ, ഇത് വാട്ടർ. നമുക്കറിയാം 7:63 ആണ്. ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ എത്ര ലിറ്റർ വാട്ടർ ആഡ് ചെയ്താൽ ഇതിന്റെ റേഷ്യോ എത്രയാവും, 37% എന്താകും, വാട്ടർ ആകും എന്ന് പറഞ്ഞാൽ ബാക്കി 63 ആരാകണം, ആൽക്കഹോൾ ആവണം. ശ്രദ്ധിച്ചോ, ഇത് വാട്ടർ ഈസ്റ്റ് ആൽക്കഹോൾ ആണ്. നമുക്ക് ഫൈനൽ 37% വാട്ടർ കിട്ടണമെങ്കിൽ 63% എന്തായിരിക്കണം, ആൽക്കഹോൾ ആയിരിക്കണം. എങ്കിൽ നോക്കി ഇവിടുത്തെ ഡിനോമിനേറ്റർ സെയിം അല്ലേ, എങ്കിൽ ന്യൂമറേറ്റർ സെയിം ആവണ്ടേ. അപ്പൊ 7 + x ആണ് 37, എങ്കിൽ എക്സിന്റെ കാര്യം എത്ര ആയിരിക്കും, 37 - 7 എത്ര കിട്ടും, 30 കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് തന്നെ കിട്ടും, ഈ ആഡഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആഡഡ് എത്ര കിട്ടും, 30 ലിറ്റർ തന്നെ കിട്ടും. ഇതിലേത് രീതി, ഇതാണ് കുറച്ച് എളുപ്പം തോന്നുന്നു, കാരണം ചെയ്യാൻ കുറച്ചുകൂടി വേഗത്തിൽ കിട്ടും. ഇതിലേത് രീതി ചെയ്താലും മതി, ആൽക്കഹോൾ വെച്ചാലും വാട്ടർ വെച്ചാലും റേഷ്യോ വെച്ചാലും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. എത്ര കിട്ടും, 30 ലിറ്റർ വാട്ടർ ആഡ് ചെയ്താൽ ഈ റേഷ്യോ കിട്ടും. അപ്പൊ ഇതുപോലെ വേണം ചെയ്യാൻ. അപ്പൊ അസൈൻമെന്റ് ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ